കുട്ടികളാണ്, നല്ല വിദ്യാഭ്യാസം നേടും, നല്ല നല്ല ഉന്നതികളിൽ നിങ്ങൾ എത്തും. ഇപ്പോൾ ഈ ഉന്നതികളിലൊക്കെ എത്തിയ കുട്ടികൾ എന്താണ് പ്രശ്നം എന്നറിയോ? ഒരു 18-19 വയസ്സായാൽ ആ കുട്ടികൾക്ക് രോഗം വരികയാണ്, മാറാ രോഗം. നമ്മൾ ലേസ് തിന്നേണ്ട കുട്ടികളല്ല ഇതിലെല്ലാവരും, ലേസല്ലേ? ആ ലേസ് തിന്നാൽ നിങ്ങൾ എത്ര പഠിച്ചിട്ട കുട്ടികളായാലും 18 വയസ്സായാൽ നിങ്ങളെ ലിവറിന് കുടലിന് ക്യാൻസർ വന്നിട്ട് നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ 75 ലക്ഷം റുപ്യ വേണം. നിങ്ങൾ വലിയ പാട്ടയിലായിട്ട് 19-ാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? പറ്റും. 75 ലക്ഷം റുപ്യ ഉള്ള വാപ്പാന്റെ മക്കൾക്ക് പറ്റും. നിങ്ങൾക്ക് 75 ലക്ഷം ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് കുടലിന് ക്യാൻസർ വന്ന് മരിച്ചു പോയാൽ നമ്മൾ പഠിച്ച പാട്ടിന് എന്താ കാര്യം? അതുകൊണ്ട് നമ്മൾ എന്താ പാട്ട് പഠിക്കുകയും എന്താണ് ഒഴിവാക്കേണ്ടത്? എന്താ ഒന്ന് ഉറക്കനെ പറഞ്ഞാണ്? ആ ലേസ് എന്ന മാരകമായ വിഷം. ഞാൻ ഈ സ്കൂളിൽ ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങളെല്ലാ കുട്ടികളെയും കാണലുണ്ടല്ലോ, എല്ലാവരുടെ കയ്യിലും എന്താ ഉള്ളത്? ലേസ് ഉണ്ട്. ആ ലേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 18 വയസ്സായി നിങ്ങൾ കുടലിന് കേട് വരും. നിങ്ങൾ ഒരു പാട്ടും പഠിച്ചിട്ടും ഒന്നും പഠിച്ചിട്ടും കാര്യമില്ല. നിങ്ങൾ ഉന്നതങ്ങളിൽ നിങ്ങളൊരു യേശുദാസും ചിത്രയും അതുപോലെ മമ്മൂട്ടി മോഹൻലാലും ഒക്കെ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? സ്വയം നമ്മളെ നോക്കണം. നമ്മളെ ശരീരത്തെ നമ്മൾ സംരക്ഷിക്കണം. ശരീരത്തെ സംരക്ഷിക്കുകയും നിങ്ങൾ ഏത് അത്യുന്നതങ്ങളിലെത്തിയാലും സോഷ്യൽ റാഫോ അഥവാ പൊതുപ്രവർത്തനം ഏറ്റവും നല്ലൊരു ജോലി എന്ന് പറഞ്ഞ പൊതുപ്രവർത്തനാണ്. ആ പൊതുപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയി നിങ്ങൾ ഏത് ഉയരങ്ങളിലെത്തിയാലും എവിടെ എത്തിയാലും മാതാവും പിതാവും ഗുരും പറഞ്ഞത് അനുസരിച്ച് അവനവന്റെ ശരീരത്തിനോട് വിശ്രമവും വ്യായാമവും അതുപോലെ ശരീരത്തിന് ഹാനികരമായ ഒരു ഭക്ഷണങ്ങളും കഴിക്കാതെ ഈ നാടിന് ഉത്തമ ഉദാഹരണങ്ങളായി വളർന്നു വരുന്ന ഈ നാടിന്റെ നായിക കല്ലുകളായി ഇന്ത്യയിലെ രാഷ്ട്രപതി വരെ എത്താൻ കഴിവുള്ള മക്കളായി അറക്കൽ MAM UP സ്കൂളിലെ ഈ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥിനികൾ ഉണ്ടാവട്ടെ. അത് കണ്ടുകൊണ്ട് സായുജ്യമടയാൻ ഇവിടുത്തെ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും PTA കമ്മിറ്റി അംഗങ്ങൾക്കും കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ എല്ലാവിധ ആശംസകളും നിർത്തുന്നു. ജയ് ഹിന്ദ്.